ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ നിന്നുള്ള 56ലധികം കേന്ദ്രങ്ങൾ സെറ്റ്സ് ഓൺ ദി ടെൻറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ മട്ടാഞ്ചേരി പാലസ് 1998 മുതൽ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ വർഷവും ഏപ്രിൽ 18 ലോക പൈതൃക ദിനമായിട്ട് തന്നെ ആചരിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് പൈതൃക കേന്ദ്രങ്ങളെക്കുറിച്ചാണ് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. പകരം വയ്ക്കാനില്ലാത്ത സ്വത്തുക്കളാണവ. നൂറ്റാണ്ടുകൾ കൈമാറി നമുക്ക് ലഭിച്ച അമൂല്യ സ്മാരകങ്ങൾ. നമ്മൾ നാട്ടുകാർ മാത്രമല്ല, ലോകം മുഴുവനും ആ മഹത്വം തിരിച്ചറിഞ്ഞു എന്നതിന് തെളിവാണ് അവയ്ക്ക് ലഭിച്ച യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം എന്ന അതുല്യ ബഹുമതി. ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ സ്മാരകത്തിൻ്റെ ചരിത്രപരവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ പ്രാധാന്യം മനസ്സിലാക്കി അവയെ അതേ രീതിയിൽ വരുംകാലത്തേക്ക് സംരക്ഷിക്കുക എന്നതാണ് യുനെസ്കോയുടെ ഈ തിരഞ്ഞെടുപ്പിന് പിന്നിലുള്ള ഉദ്ദേശം. വനങ്ങൾ, പർവ്വതങ്ങൾ, ആവാസ വ്യവസ്ഥകൾ, മരുഭൂമികൾ, തടാകങ്ങൾ, നഗരങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങി എന്തും ഈ പൈതൃക പട്ടികയിൽ ഇടം പിടിക്കും. വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ് പൈതൃക പട്ടികയിലേക്കുള്ള സ്ഥലങ്ങളും സ്മാരകങ്ങളും മറ്റ് നിർമ്മിതികളും കണ്ടെത്തുക. ഈ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതാകട്ടെ യുനെസ്കോ ജനറൽ അസംബ്ലി. 1972 യുനെസ്കോ സമ്മേളനത്തിൽ സാംസ്കാരികവും പ്രകൃതി മൂല്യമുള്ളതുമായ പൈതൃക സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതിനായുള്ള തീരുമാനമെടുത്തു. പൈതൃക സ്മാരകങ്ങളുടെ നാശം പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് മാനവരാശിക്ക് ഉണ്ടാക്കുക. അതിനാൽ അവയെ അഭിമാനത്തോടെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ലോകരാജ്യങ്ങൾ ഇതിനായി ധാരണാപത്രം ഒപ്പിട്ടിട്ടുള്ളത്. 2024 ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് 1223 പൈതൃക കേന്ദ്രങ്ങളാണ് ലോകത്ത് ഇതുവരെ ഉള്ളത്. ഇതിൽ 952 എണ്ണം സാംസ്കാരിക വിഭാഗത്തിലും 231 എണ്ണം പ്രകൃതിദത്ത വിഭാഗത്തിലുമാണ്. 40 എണ്ണം സാംസ്കാരിക പ്രകൃതിദത്ത സമ്മിശ്ര വിഭാഗത്തിലുമാണ് ഉള്ളത്. നൂറ്റാണ്ടുകളോളം കാട് മൂടിക്കിടന്ന അത്ഭുത ഗുഹകൾ. 1819 ജോൺ സ്മിത്ത് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് നാട്ടുകാരുടെ സഹായത്തോടെ അജന്ത ഗുഹകൾ കണ്ടെത്തിയത്. പടുകൂറ്റൻ പാറ തുരന്നുണ്ടാക്കിയ ഈ ഗുഹകൾ സങ്കീർണമായ ബുദ്ധിസ്റ്റ് വാസ്തുവിദ്യ കൊണ്ടും ശില്പങ്ങളും ചുമർ ചിത്രങ്ങളും കൊണ്ട് ലോകപ്രസിദ്ധമായി. BC 2-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് AD 5-6 നൂറ്റാണ്ടുകളിൽ ഗുപ്ത ചക്രവർത്തിമാരുടെ കാലത്താണ് ഇതിൻ്റെ പണി പൂർത്തിയായതായി കരുതപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ ഔറംഗാബാദ് ജില്ലയിലുള്ള അജന്ത ഗുഹകൾ 1983 ഇന്ത്യയിൽ നിന്ന് ആദ്യമായി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്മാരകങ്ങളിലൊന്നാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള എല്ലോറ ഗുഹകൾ അജന്ത ഗുഹയ്ക്കൊപ്പം തന്നെ 1983 യുനെസ്കോ പൈതൃക കേന്ദ്രമായി. ഒരു ചുരത്തിൻ്റെ ഇരുഭാഗങ്ങളിലായി 2 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ ഗുഹകളിൽ ബുദ്ധ ജൈന വിഹാരങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. AD 600-നും 1000-നും ഇടയിലാണ് ഇവ പണിതത്. ബുദ്ധൻ്റെ ജീവിത സന്ദർഭങ്ങളും ജാതക കഥകളുമാണ് എല്ലോറ ഗുഹാചിത്രങ്ങളിലെ പ്രധാന പ്രമേയം. ഹിന്ദു, ബുദ്ധ, ജൈന ആരാധനകളുടെ സമന്വയമായ എല്ലോറ ഗുഹകൾ അക്കാലത്തെ മതസൗഹാർദ്ദത്തെയും കലാമികവിനെയും അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിലെ മറ്റൊരു പ്രധാന പൈതൃക കേന്ദ്രമാണ് ആഗ്ര കോട്ട.
മുഗൾ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ആഗ്രയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന അത്ഭുത നിർമ്മിതിയാണിത്. 1530 മുഗൾ ചക്രവർത്തി ഹുമയൂണിൻ്റെ കിരീടധാരണം ഇവിടെയായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് അക്ബർ ചക്രവർത്തി ചുവന്ന മണൽക്കല്ല് കൊണ്ട് ഈ കോട്ട പുതുക്കിപ്പണിതു. മുഗൾ വാസ്തുവിദ്യയുടെ ഗംഭീര സ്മാരകമായ കോട്ടയ്ക്ക് ചുറ്റും 2.5 കിലോമീറ്റർ ചുറ്റളവിൽ പുറമതിലുണ്ട്. താജ്മഹലിൻ്റെ ഉദ്യാനത്തിന് ചേർന്ന് കിടക്കുന്ന ആഗ്ര കോട്ടയെ 1983 തന്നെ ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തി. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലും ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളിലൊന്നാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഈ സ്മാരകത്തെ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചു. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ പണിത താജ്മഹലിൻ്റെ വെണ്മ കാലപ്പഴക്കം കൊണ്ട് മങ്ങിയിട്ടുണ്ടെങ്കിലും മുഗൾ വാസ്തുവിദ്യയുടെയും പ്രണയത്തിൻ്റെയും അനശ്വര സ്മാരകമായി അതിന്നും നിലകൊള്ളുന്നു. 10,000-കണക്കിന് തൊഴിലാളികളുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലമായ ഈ സ്മാരകം 1632 ആരംഭിച്ച് 1653 പൂർത്തിയായതായി കണക്കാക്കുന്നു. വാസ്തുവിദ്യയിലെ വിസ്മയമാണ് 13-ാം നൂറ്റാണ്ടിൽ ഒഡീഷയിലെ പുരിയിൽ നിർമ്മിച്ച കൊണാർക്ക് സൂര്യക്ഷേത്രം. കിഴക്ക് ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ രാജാവ് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് സൂര്യദേവൻ്റെ രഥത്തിൻ്റെ രൂപമാണ്. 7 കുതിരകൾ വലിക്കുന്ന 24 ചക്രങ്ങളുള്ള കൂറ്റൻ രഥത്തിൻ്റെ രൂപം. കൊണാർക്ക് എന്ന പദത്തിന് സൂര്യൻ്റെ ദിക്ക് എന്നാണ് അർത്ഥം. ക്ഷേത്രമതിലിൽ അതിസൂക്ഷ്മമായ ധാരാളം കൊത്തുപണികളുണ്ട്. 1984 സൂര്യക്ഷേത്രം പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത്. തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരപ്രദേശത്ത് ചെങ്കൽപേട്ട് ജില്ലയിലുള്ള മഹാബലിപുരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 7ഉം 8ഉം നൂറ്റാണ്ടുകളിൽ പല്ലവ രാജാക്കന്മാർ പണികഴിപ്പിച്ച സൗധങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും സമുച്ചയമാണിവിടം. മാമല്ലപുരം എന്നും അറിയപ്പെടുന്ന ഈ സ്ഥലം പല്ലവ സാമ്രാജ്യത്തിൻ്റെ കാലത്തെ കരകൗശല വൈദഗ്ധ്യത്തിൻ്റെ ഗംഭീര സ്മാരകമാണ്. രഥരൂപത്തിലുള്ള ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളുമൊക്കെ ഇവിടെ കാണാം. ശിവൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്ന ശില്പങ്ങളാണ് ഏറെയും. 1984 ഇത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. ദീർഘകാലം പോർട്ടുഗീസുകാരുടെ അധീനതയിലായിരുന്ന പ്രദേശമാണ് ഗോവ. പോർട്ടുഗീസുകാരുടെ വാസ്തുവിദ്യാ ശൈലി വിളിച്ചോതുന്ന പള്ളികളും മഠങ്ങളുമൊക്കെ ഗോവയ്ക്ക് മാറ്റുകൂട്ടുന്നു. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള ബോം ജീസസ് പള്ളി ഗോവയിലെ പ്രധാനപ്പെട്ട പൈതൃക സ്മാരകങ്ങളിൽ ഒന്നാണ്. സെൻറ്റ് കാതറിൻസ് ചാപ്പൽ, സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ പള്ളി തുടങ്ങി ഒട്ടേറെ ആരാധനാലയങ്ങളുണ്ടിവിടെ. 1986 ഇവ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടി. പച്ച പുതച്ച മലനിരകളിലൂടെ കയറ്റം കയറുന്ന കളിപ്പാട്ടം പോലെയുള്ള കൊച്ചു ട്രെയിൻ. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഈ ട്രെയിനുകളിൽ സഞ്ചരിക്കുമ്പോൾ കാണാനാവുക. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇന്ത്യയിലെ മൗണ്ടൻ റെയിൽവേ. 1881 ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ആരംഭിക്കുന്നത്. ഡാർജിലിംഗ് മുതൽ ന്യൂജൻ പൈഗുരി വരെയായിരുന്നു ഈ സർവീസ്. സമുദ്രനിരപ്പിൽ നിന്നും 100 മുതൽ 2200 മീറ്റർ വരെ ഉയരത്തിലൂടെ ഈ പാത കടന്നു പോകുന്നു. 1999 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഈ റെയിൽപാത ഇടം പിടിച്ചു. 1908 തമിഴ്നാട്ടിലും ഇതുമാതിരിയുള്ള മൗണ്ടൻ റെയിൽവേ പണി ആരംഭിക്കുകയുണ്ടായി. നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ പണിയാണ് ഇവിടെ ആരംഭിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 326 മുതൽ 2203 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ പാത നിർമ്മിച്ചിട്ടുള്ളത്. 2005 ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ
സ്ഥാനം പിടിച്ചു. ഒരു ശവകുടീരവും ഇന്ത്യയിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രണ്ടാം മുഗൾ ഭരണാധികാരിയായ ഹുമയൂണിൻ്റെയാണ് അത്. 1508 ജനിച്ച അദ്ദേഹം 1556 അന്തരിച്ചു. ഇന്ത്യയിൽ പൂന്തോട്ടത്തോടെ നിർമ്മിച്ച ആദ്യത്തെ ശവകുടീരം ഹുമയൂണിൻ്റേതാണ്. ന്യൂഡൽഹിയിലുള്ള ഹുമയൂണിൻ്റെ ശവകുടീരം 1993 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. 1570 ഹുമയൂണിൻ്റെ ശവകുടീരം നിർമ്മിച്ചത്. ചെങ്കൽപ്പൊടിയും സിമൻറ്റ് പ്ലാസ്റ്ററുമാണ് പ്രധാനമായും നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. മുഗൾ വാസ്തുവിദ്യയുടെ ശില്പഭംഗി വഴിഞ്ഞൊഴുകുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം ഒട്ടേറെ വാസ്തു ശില്പകലാ നിർമ്മിതികൾക്ക് പ്രചോദനമായിട്ടുണ്ട്. ചരിത്ര സാംസ്കാരിക പ്രാധാന്യമുള്ള സ്മാരകങ്ങളും കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും ഒപ്പം പാരിസ്ഥിതിക പ്രാധാന്യവും സവിശേഷതകളും നിറഞ്ഞ സ്ഥലങ്ങളും കൂടാതെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കലകൾ, ആചാരങ്ങൾ, ഉത്സവങ്ങൾ, കരകൗശല വിദ്യ, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള അറിവ് തുടങ്ങിയവയാണ് അവ. അത്തരം സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിനും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം ഉറപ്പാക്കുന്നതിനുമായി യുനെസ്കോ തയ്യാറാക്കുന്ന സാംസ്കാരിക പൈതൃക പട്ടികയാണ് സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് കൂടിയാട്ടവും മുടിയേറ്റും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായ ഇന്ത്യയിലെ സാംസ്കാരിക പൈതൃകങ്ങൾ നിരവധിയുണ്ട്. കേരളത്തിലെ പ്രാചീന അഭിനയ രീതികളും സംസ്കൃത നാടകങ്ങളും ചേർന്ന ദൃശ്യകലയാണ് കൂടിയാട്ടം. ഇതിന് 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ നൃത്തരൂപമാണ് കൂടിയാട്ടം. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. ഭദ്രകാളി ആരാധനയുടെ ഭാഗമായ ഈ കലാരൂപം പ്രധാനമായും തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്നു. പൈതൃക കേന്ദ്രങ്ങളും മറ്റ് സാംസ്കാരിക പൈതൃകങ്ങളും കൂടാതെ സർഗാത്മക നഗരങ്ങളുടെ ഒരു പട്ടികയും യുനെസ്കോയ്ക്കുണ്ട്. അതിൽ സാഹിത്യ നഗരങ്ങളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ച ഒരേയൊരു ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. 2023 ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. ഇന്ത്യയിലെ പൈതൃക സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.